again. Welcome back to Kulashi Talk. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? വളരെ ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം മെയ്ഡ് ചിയ സീഡ് ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഗ്രാബ് ചെയ്തോളൂ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ചിയ സീഡ് വെച്ച് ജാം ഉണ്ടാക്കാന്ന് അറിയാം. അതുപോലെ തന്നെ ചിയ സീഡ് എന്ന് പറയുമ്പോൾ ചിയ സീഡിന്റെ ബെനിഫിറ്റ്സ് ഒത്തിരിയാണ്. നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യും, കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യും, ടമ്മി ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യും. നമ്മുടെ ഫുഡിലെല്ലാം ചിയ സീഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോ നമുക്ക് ജാം ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി നോക്കാം. ഇതെല്ലാം ഏതാണ്ട് 350 ഗ്രാം ഉണ്ട്. പൈനാപ്പിൾ 350 ഗ്രാം പീച്ചസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഈ ബ്ലൂബെറി ഒരു 400 ഗ്രാം ഉണ്ടായിരുന്നു, കുറേ എൻ്റെ വയറ്റിൽ പോയി. അപ്പോൾ ഇതും ഒരു 300 ഗ്രാം ഉണ്ട് ഏകദേശം. സോ നിങ്ങൾക്ക് ടിൻ ഫ്രൂട്ട് എടുക്കാം, ഫ്രഷ് ഫ്രൂട്ട് എടുക്കാം, അതുപോലെ തന്നെ ഫ്രോസൺ ഫ്രൂട്ട് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സോ നിങ്ങൾ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ഏതാണെങ്കിലും ഉണ്ടല്ലോ, പൈനാപ്പിൾ ആണോ, പീച്ച് ആണോ, എന്ത് ഫ്രൂട്ട്സ് ആണോ നിങ്ങൾ എടുത്തിരിക്കുന്നത്, സ്ട്രോബെറി ആണോ, അതൊന്ന് ക്രഷ് ചെയ്യണം ആദ്യം. അപ്പൊ നമ്മുടെ കുക്കിംഗ് ടൈം ഒത്തിരി കുറയും. സമയമില്ലാത്ത നമ്മൾ അമ്മമാരെ എപ്പോഴും സമയമില്ലാത്തവരാണല്ലോ. അപ്പോൾ ഞാൻ ഇതെന്ന് വെച്ചാൽ എന്റെ ഫുഡ് പ്രോസസ്സിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്യാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ അരക്കില്ല. അരയ്ക്കുന്നവർക്ക് ഓക്കെ, സ്മൂത്ത് ആയിട്ടുള്ളവർ വേണ്ടവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നേരെ പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. ഇനിയിപ്പോ പീച്ചസ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാൻ പറ്റുമേ. അതുപോലെ എന്റെ പീച്ച് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് അതിടാം. എപ്പോഴും അടി കെട്ടിയുള്ള പാത്രത്തിനകത്ത് വേണം കേട്ടോ വയ്ക്കാനായിട്ട്. ബ്ലൂബെറി ഇവിടെ റെഡി ആയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് ഈ ബ്ലൂബെറി. ബ്ലൂബെറി നമ്മൾ ഉടക്കൊന്നും വേണ്ട. ബ്ലൂബെറി ചൂട് കയറി കഴിഞ്ഞാൽ അത് ഇങ്ങനെ പീഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കഴുകി വെച്ചേക്കുന്ന ബ്ലൂബെറിയാണ്. അങ്ങനെ തന്നെ നമുക്ക് നിറത്തേക്ക് ഇടാവേ. പൈനാപ്പിൾ ഇവിടെ റെഡി ആവുന്നു, പീച്ച് ഇവിടെ റെഡി ആവുന്നുണ്ട്. നമ്മുടെ ഇത് ആദ്യം ഇത് നമ്മൾ ഇട്ട് വെള്ളമില്ലാതെ ഇടുന്നത്. സോ വേണ്ടവർക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ഇതിന് വെള്ളം ഇറങ്ങുന്ന വരെ അതൊന്ന് ചെറുതായിട്ട് സിമ്മിലിടണം കേട്ടോ. ജാം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഒരു 2 വീക്സ് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം കേട്ടോ. അതിൽ കൂടുതൽ നമുക്കെന്ന് വെച്ചാൽ പ്രിസർവേറ്റീവ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. പ്രിസർവേറ്റീവ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ 2 വീക്സ് ഇരിക്കത്തുള്ളൂ, അതിൽ കൂടുതൽ ഇരിക്കില്ല. ഈ ചിയ സീഡ് എന്ന് വെച്ചാൽ ഒത്തിരി ഈ ലിക്വിഡ് അബ്സോർബ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒത്തിരി കുറച്ച് വെള്ളം ഉണ്ടായാലും നമുക്ക് കുഴപ്പമില്ല, അത് നല്ല തിക്കായിട്ട് വന്നോളും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബെറി എല്ലാം റെഡി ആയിട്ട് തുടങ്ങി, കുറച്ചുകൂടി ആവാനുണ്ട് ബെറി. സോ ഇത് നമ്മൾ ആദ്യം വെച്ചതാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് റെഡി ആയതും ഇതാണ് നമ്മുടെ മെയിൻ ആള് കേട്ടോ. സോ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് എല്ലാത്തിലും ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ പീച്ചിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പോകുന്നത് പൈനാപ്പിൾ ജാമിലും. നെക്സ്റ്റ് ഞാൻ ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ. ഹണി ഓപ്ഷണൽ ആണ്, എപ്പോഴും ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. ഞാൻ കുറച്ച് ഹണി എന്ന് വെച്ചാൽ വെയിറ്റ് ലോസിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഹണി. സോ ഞാൻ എപ്പോഴും ചിയ സീഡ് ചേർക്കുന്ന പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഹണി ചേർക്കുന്നുണ്ട് രണ്ടിടത്തിലും. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നമ്മൾ പൈനാപ്പിളും ചേർക്കുന്നുണ്ട്. ഹണിയൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാട്ടോ. നിങ്ങൾക്ക് കുറച്ച് ഹണി കൂടുതൽ ചേർത്തു വിചാരിച്ചൊന്നും പറ്റില്ല. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കില്ല. നിങ്ങൾക്ക് ഇച്ചിരി കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഹണി കുറച്ചുകൂടി നന്നായിട്ട് ചേർക്കാം. കുറച്ച് മധുരം വേണമെങ്കിൽ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ഇത്രയും ഞാൻ ചേർക്കുന്നത് ഇത് ആപ്പിൾ സിഡാർ വിനെഗർ ആണ് കേട്ടോ. ഈ ആപ്പിൾ സിഡാർ വിനെഗർ വെയിറ്റ് ലോസിന് വളരെ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഹണി ചേർത്ത പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഞങ്ങൾ ചേർക്കുന്നുണ്ട് ഇപ്പൊ ഇതിനകത്ത്. നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ലെമൺ. കുറച്ച് ലെമൺ ജ്യൂസ്, നിങ്ങൾക്ക് മേടിക്കുന്ന ലെമൺ ജ്യൂസ് ഒപ്പിടുന്ന അതുപോലും 2 ടേബിൾ സ്പൂൺ ലെമൺ ചേർക്കാം. ആ സീഡ് അതിനകത്ത് ഇടാൻ നോക്കണം. അപ്പോൾ തന്നെ ഞാൻ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. പൈനാപ്പിളിൽ മാത്രമാണ് വാനില എസൻസ് ചേർക്കുന്നത് കേട്ടോ. ബിക്കോസ് പൈനാപ്പിൾ വാനില കോംബോ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഗ്രേറ്റ്. സോ ഇത് ടീസ്പൂൺ ആ കേട്ടോ. ഓക്കെ, വേറെ ഒന്നിനകത്തും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ചേർക്കുന്ന വേറൊരു കാര്യമാണ് ഗ്രൗണ്ട് സിനമൺ ആണ്. ഈ ഗ്രൗണ്ട് സിനമൺ ചേർക്കുന്നത് പീച്ചിൽ മാത്രമാണ് ചേർക്കുന്നത്. ബിക്കോസ് പീച്ച് ആൻഡ് സിനമൺ കോംബോ
സൂപ്പർ. ഓക്കെ, സോ സിനിമന്റെ പൗഡർ ഇട്ട് കഴിഞ്ഞപ്പോ നല്ലൊരു മണം കേട്ടോ. അതിൽ നമ്മൾ സെയിം കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. എക്സ്ട്രാ ഒരു വാനില എസൻസ് ആണ് നമ്മൾ പൈനാപ്പിൾ ചേർത്തിരിക്കുന്നത് ഫോർ ദാറ്റ് കോംബോ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പീച്ചിൽ ചേർത്തിരിക്കുന്നത് സിനമൺ പീച്ച് കോംബോ ആണ്. എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കോംബോ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. അതുകൊണ്ട് നമ്മുടെ പീച്ച് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ. പീച്ചിന്റെ ജാം റെഡിയായി. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് കഴിഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ കറുത്ത് എടുക്കുന്നില്ലേ ചിയാസീഡ്, അതിനകത്ത് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വെളുത്ത ചിയാസീഡ് ഉണ്ട്, കറുത്ത ചിയാസീഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കാണണ്ട എന്നുള്ള ആൾക്കാർ മിക്കവരും യൂസ് ചെയ്യുന്നത് വെളുത്ത ചിയാസീഡാണ്. അതുപോലെ തന്നെ ഈ ജാം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിൾ ആണെങ്കിൽ ഇവിടെ റെഡിയായി. ജാമെല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കണ്ടെയ്നറിലേക്ക് പകർത്താം. കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ജാം ഉണ്ടാക്കിയിട്ട് ചീക്കയെന്ന് പറയില്ല. കണ്ടെയ്നേഴ്സ് ഒരു പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ ബോട്ടില്, ഗ്ലാസ് ബോട്ടില് പ്രിഫറബിൾ ആണ്. ഗ്ലാസ് ബോട്ടില് ആ വെള്ളത്തിനകത്ത് ഇട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് പകർത്താം. അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ ജാം എല്ലാം കേടായി പോരും. പ്രത്യേകിച്ച് ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ജാം എല്ലാം ഇവിടെ റെഡി ആയിട്ടോ. പൈനാപ്പിൾ ജാം റെഡിയായി, അതുപോലെ തന്നെ ബ്ലൂബെറി ജാം റെഡിയായി, അതുപോലെ തന്നെ പീച്ചിന്റെ ജാം റെഡിയായി. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ജാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇത് ബ്രെഡിലോ ടോസ്റ്റിലോ ബണ്ണിലോ അതുപോലെ തന്നെ പോറേജിലോ നിങ്ങളുടെ സ്മൂതി ഉണ്ടാക്കുമ്പോൾ സ്മൂതിയുടെ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഇത് ഹെൽത്ത് വൈസ് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ്. ബിക്കോസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചിയാ സീഡ്സ്, സിനമൺ, അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനെഗർ, ലെമൺ, ഇതെല്ലാം തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. സോ അത് ട്രൈ ചെയ്ത് വിചാരിക്കുന്നു. സ്പെഷ്യലി ആക്ട് ചെയ്യുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. To that moment where our hearts need a conversation. എനിക്ക് സ്വീറ്റ് ഓക്കെയാണ്, പക്ഷെ സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് 2 ടേബിൾ സ്പൂൺ ഹണിക്ക് വരും ഒരു 4 ടേബിൾ സ്പൂൺ ഹണി ചേർക്കാം. Abraham, do you want to try? Yeah, I want to try. ഫ്രൂട്ടിന്റെ ശരിക്കും ഫേവറേറ്റ്. So thank you so much for watching my channel and watch my cooking. So അടുത്ത റെസിപ്പി ആയിട്ട് കാണും വരെ നന്ദി, നമസ്കാരം from Kalashi Talk and good night.